ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബിൽ വലിയ വലിയ വീഡിയോസ്, നല്ല ലെങ്ത്തുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഫിലിമുകൾ കാണാറുണ്ട്, അതുപോലെ തന്നെ ലൈവ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ കാര്യമായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ കൈതട്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും ഒന്ന് കൈതട്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് അല്ലെങ്കിൽ വേറെ സെറ്റിംഗ്സിലേക്ക് പോയി പോകാറുണ്ട്. അതിനുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്, അതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വലിയ വലിയ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലത്തിനുള്ളൊരു പരിഹാരമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മളിന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് അത് കാണിച്ചു തരാം. നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എൻ്റെ തന്നെ ചാനലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തന്നെ ചാനൽ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, വീഡിയോസ് നമുക്കിവിടെ കാണാറുണ്ട്. ഇതുപോലുള്ള വലിയ വലിയ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നമ്മൾ അറിയാതെ കൈ തട്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പം കണ്ടില്ലേ, കുറേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാതെ കൈ തട്ടുന്ന സമയത്തൊക്കെ വരാറുണ്ട്. ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് കൈ തട്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ആംഗിളൊക്കെ മാറി പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ മാറിപ്പോകാറുണ്ട്. അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആയിരിക്കും നമ്മൾ തൊട്ടടുത്ത് നിന്ന് കൈ തട്ടി പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ വലിയ ഫിലിമുകളൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് സ്ക്രീനിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അങ്ങനെയാണെങ്കിൽ ആ ലോക്ക് സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, വീഡിയോൻ്റെ ഇത് പോർട്രേറ്റിൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് എവിടെ ടച്ച് ചെയ്താലും ഒരു മാറ്റവും നമുക്ക് വരില്ല. ഇനി നമുക്ക് ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോക്ക് സ്ക്രീൻ അൺലോക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒന്നുകൂടി മനസ്സിലാക്കി പറഞ്ഞുതരാം. ആ സെറ്റിങ്സിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, ലോക്ക് സ്ക്രീൻ കൊടുക്കുക. ലോക്ക് സ്ക്രീൻ കൊടുത്താൽ ഇതേപോലെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ ടാപ്പ് ടു അൺലോക്ക് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ നോർമലായിട്ട് വരുന്നതാണ്.